അപ്പൊ നമ്മൾ ചൈനയിലെ 7-Eleven പെട്ടെന്ന് പൈസ എടുക്കാനോ ഫോൺ എടുക്കാനോ കാർഡ് എടുക്കാനോ എങ്ങനെ നമ്മളിൽ ഒരു പൈസക്ക് സൗകര്യമില്ല. ആ സമയത്ത് നമ്മൾ 7-Eleven ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അതെ അതെ അതെ, നമുക്ക് ഫോൺ ഇല്ലാതെയോ ക്യാഷ് ഇല്ലാതെയോ നമുക്ക് സാധനങ്ങൾ ഒന്നുമില്ലാതെ 7-Eleven നമുക്ക് വാങ്ങാൻ പറ്റും. അതെങ്ങനെയാന്നല്ലേ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. നമ്മൾ ഫുഡ് കഴിക്കാനോ നമുക്ക് എന്ത് സാധനവും സിഗരറ്റോ വെള്ളമോ അങ്ങനെ വേണ്ടി എന്ത് ഫുഡുകളും നമുക്ക് ഇവിടെ ഉണ്ടാവും. ഇതാണ് നമ്മൾ ആ സിസ്റ്റത്തിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്നുട്ടോ. കയ്യിൽ പൈസയില്ല, ഒന്നുമില്ല. ഫുഡ് കഴിക്കണമെങ്കിലും നമുക്ക് എന്ത് ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കണമെങ്കിലും നമ്മൾ ആ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഒരു വെള്ളം വേണം. അതെ അതെ, നമുക്ക് പെട്ടെന്ന് ഒരു വെള്ളം വേണം. അപ്പൊ നമ്മൾ പോയിട്ട് വെള്ളം എടുക്കുന്നു. അരുൺ വെള്ളം എടുക്കൂ. അങ്ങനെ നമ്മൾ നേരെ ക്യൂ നിൽക്കുമ്പോൾ ക്യൂ തന്നെ നിൽക്കണം. 7-Eleven ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ ആളെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അരുൺ പേയ്മെന്റ് ചെയ്യൂട്ടോ. അതെങ്ങനെയാണ് നമ്മൾ ആ ടെക്നിക്ക് പുതിയത് എന്താണ് 7-Eleven വന്നത് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. എങ്ങനെ നമുക്ക് പൈസ ഇല്ലാതെയും കാർഡില്ലാതെയും ഒന്നുമില്ലാതെ നമുക്ക് എങ്ങനെ ഒരു സാധനം 7-Eleven വാങ്ങാൻ പറ്റും. അപ്പം നമ്മൾ എങ്ങനെ വെള്ളം എടുക്കുന്നു. അരുണിന്റെ ഫിംഗർ വെക്കുന്നു, കൈ വെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് അവന്റെ പേയ്മെന്റ് പോവുകയും ചെയ്തു. 3 RMB അതിന്റെ വില അവന് പേയ്മെന്റ് പോയി. നമുക്ക് ആ സാധനം എടുത്തു വരാം. ഇതാണ് പുതിയ സിസ്റ്റം. ചൈനയുടെ അപ്ഡേഷൻ വീണ്ടും